Hey guys, welcome back to the channel. Welcome back to a new video. ഇന്നത്തെ വീഡിയോയിൽ ഒരു ഫിൽറ്ററിനെ പറ്റിയിട്ടാണ് പറയുന്നത്. സ്നാപ്സീഡിൽ ഈ ഫിൽറ്റർ യൂസ് ചെയ്തിട്ട് നമുക്ക് 1000+ വേരിയേഷൻസിൽ നമുക്ക് ഫോട്ടോ സ്റ്റൈലൈസ് ചെയ്യാനായിട്ട് പറ്റും. ഇത് ഈ ഒരു ട്രിക്ക് അധികം ആർക്കും അറിഞ്ഞുകൂടാ, പക്ഷേ ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ്, ഭയങ്കര പവർഫുള്ളാണ്. ഒരുപാട് ഡിഫറെൻറ്റ് വേരിയേഷൻ ഓഫ് സ്റ്റൈൽസിൽ നമുക്ക് ഫോട്ടോസ് എഡിറ്റ് ചെയ്യാം ഈ ഒരു ഫിൽറ്റർ യൂസ് ചെയ്തിട്ട്. ഫിൽറ്ററിൻ്റെ പേര് ഗ്രഞ്ച് ഫിൽറ്റർ എന്നാണ്. 1000+ സ്റ്റൈലൈസിങ് നമുക്ക് എങ്ങനെ ചെയ്യാൻ നമുക്ക് നോക്കാം. നമുക്ക് നേരെ സ്നാപ്സീഡിൽ കയറി നോക്കാം. അപ്പോൾ സ്നാപ്സീഡിൽ കയറി ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിക്കാൻ വേണ്ടി ഒരു ഫോട്ടോ എടുക്കുവാണ്. ഫോട്ടോയിൽ നമുക്കത് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ടൂൾസിൽ പോയിട്ട് ഗ്രഞ്ച് ഫിൽറ്റർ എടുക്കാം. സെലക്ട് ചെയ്യുമ്പോൾ തന്നെ ആദ്യം തന്നെ ഒരു ഷിറ്റി ഫിൽറ്റർ അപ്ലൈ ചെയ്ത പോലെ ഒരു സംഭവം കാണാൻ പറ്റും. അത് ഒന്നും മനസ്സിലാവില്ല ആദ്യം കണ്ട. നമ്മളിത് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ആദ്യം ഇതിനെ മൊത്തം ബേസ് ഒരു ലെയറിൽ, അതായത് ഒരു ബേസ് അഡ്ജസ്റ്റ്മെൻറ്റിൽ നമ്മൾ കൊണ്ടുവരണം. അതായത് നമുക്ക് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ബേസ് അഡ്ജസ്റ്റ്മെൻറ്റിൽ കൊണ്ടുവന്നാലേ നമുക്ക് പ്രോപ്പറായിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്സ് നമുക്ക് വരുത്താൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഫിംഗർ യൂസ് ചെയ്ത് ജസ്റ്റ് സ്വൈപ്പ് ചെയ്തിട്ട് ടെക്സ്ചർ ഫുള്ള് ഡിക്രീസ് ചെയ്യുക. സാച്ചുറേഷൻ +100 ഫുൾ ഇടുക. അതിനുശേഷം ബ്രൈറ്റ്നസ്സും കോൺട്രാസ്റ്റും 0 അപ്ലൈ ചെയ്യുക. എന്നിട്ട് സ്റ്റൈല് 0ത്തിൽ കൊണ്ടുവയ്ക്കുക, ഏറ്റവും 0യിൽ കൊണ്ടുവയ്ക്കുക. ഇപ്പോൾ ബേസായി. ഇനി നമ്മൾ സ്വൈപ്പ് ചെയ്ത് നോക്കണം. സ്റ്റൈലിൽ സ്വൈപ്പ് ചെയ്ത് നോക്കുക. സ്വൈപ്പ് ചെയ്യുമ്പോഴത്തേനും കളേഴ്സ് മാറി വരുന്നത് കാണാൻ പറ്റും, നമ്പേഴ്സും മാറി വരുന്നത് കാണാൻ പറ്റും. ഈ നമ്പർ ഏകദേശം 0 to 1499 ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ള അത്രയും വേരിയേഷൻസ് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് ജസ്റ്റ് സ്വൈപ്പ് ചെയ്ത് പോകുമ്പോൾ തന്നെ ഇമേജ് മാറി വരുന്നത് കാണാൻ പറ്റും. അതിൻ്റെ കളറും അതിൻ്റെ ഒരു എസ്തറ്റിക്കൊക്കെ മാറി വരുന്നത് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു ഇഷ്ടപ്പെട്ടൊരു ലുക്ക് വരുമ്പോൾ നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ട് ബാക്കിയുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്സും കൂടെ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് നോക്കുക. ജസ്റ്റ് സാച്ചുറേഷൻ ജസ്റ്റ് ഒന്ന് ഡിക്രീസ് ചെയ്ത് നോക്കുക, കോൺട്രാസ്റ്റ് ആഡ് ചെയ്യുക, ബ്രൈറ്റ്നസ് ഒന്ന് ഡിക്രീസ് ചെയ്യുക, അല്ലെങ്കിൽ ബ്രൈറ്റ്നസ് ഒന്ന് ഇൻക്രീസ് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് നമുക്ക് ഒരുപാട് സ്റ്റൈൽസും കളർ കോൺട്രാസ്റ്റ്, ഒരുപാട് സ്റ്റൈലൈസിങ് നമുക്ക് ചെയ്യാൻ പറ്റും. ഫോട്ടോയിൽ ക്രോസ് പ്രോസസ്സിങ് എന്നൊക്കെ പറയും ഇതിന്. ഈ ഒരു ടൈപ്പ് ഓഫ് എഡിറ്റിങ് ക്രോസ് പ്രോസസ്സിങ് എന്ന് പറയും. ഈ ഒരു ഫിൽറ്റർ ലെയർ യൂസ് ചെയ്തിട്ട് നമുക്ക് വേറെ ഉണ്ട് കുറച്ച് ഗുണങ്ങളുണ്ട്. എന്ന് വെച്ചാൽ ഈ ഒരു ഫിൽറ്ററിൻ്റെ ഏറ്റവും ടോപ്പ് ലെയറിൽ ലെൻസ് ബ്ലർ പോലെ ഒരു വാഷ് ഔട്ട് ഫീച്ചർ ഉണ്ട്. ഏറ്റവും ടോപ്പ് ലെയറിൽ ജസ്റ്റ് നമ്മൾ 2 ഫിംഗർ വെച്ചിട്ട് ജസ്റ്റ് ട്രാൻസ്ഫോം ചെയ്ത് കഴിഞ്ഞാൽ അതിന് ചേഞ്ചസ് വരുന്നത് കാണാൻ പറ്റും. നമുക്കത് ഇഷ്ടമുള്ള സ്ഥലത്തോട്ട് മാറ്റി വയ്ക്കാം, സെൻറ്ററിൽ വയ്ക്കാം. സെൻറ്ററിൽ വെച്ചിട്ട് ഫുള്ള് ഷ്രിങ്ക് ചെയ്ത് കൊടുത്താൽ ബാക്ക്ഗ്രൗണ്ട് ഫുള്ള് വാഷ് ഔട്ട് ആവും. ബാക്ക്ഗ്രൗണ്ടിൽ എവിടെ വാഷ് ഔട്ട് ആവണം നമുക്ക് ജസ്റ്റ് ഡിസൈഡ് ചെയ്യാം. ഓക്കെ, ഈ ടെക്നിക്ക് ഞാൻ യൂസ് ചെയ്തിട്ട് എൻ്റെ ഒരുപാട് ഇൻസ്റ്റാഗ്രാം ഫോട്ടോസ് ഞാൻ എഡിറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഫോട്ടോ നോക്കിക്കഴിഞ്ഞാൽ ഈ ഫോട്ടോ ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്തിട്ടാണ് എഡിറ്റ് ചെയ്തിരിക്കുന്നത്. ആ ഒരു ഡ്രീമി ഫീച്ചർ, ഡ്രീമി ലുക്ക് കൊണ്ടുവന്നത്, ആ വാഷ് ഔട്ട് ലുക്ക് വന്നത് ഈ ഒരു ഫീച്ചർ യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഒരുപാട് ടൈപ്പ് ഓഫ് എഡിറ്റിംഗ് ചെയ്യാൻ പറ്റും. ഒരുപാട് ടൈപ്പ് ഓഫ് വിയർഡ് ടോൺസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഒട്ടുമിക്ക ആൾക്കാർക്കും ഇതിനോട് താല്പര്യം ഉണ്ടാവില്ല, പക്ഷേ ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ലുക്സ് വരുന്ന കാണാൻ പറ്റും. ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സ്, ടോട്ടലി വിയേർഡായിരിക്കും. ജസ്റ്റ് വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഈ സ്റ്റൈല് യൂസ് ചെയ്തിട്ട്, ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് എഡിറ്റ് ചെയ്ത് നോക്കുക. എന്തൊക്കെ ചേഞ്ചസ് ആണ് നിങ്ങളുടെ ഫോട്ടോസിൽ വരുന്നത് നിങ്ങൾ ജസ്റ്റ് നോക്കുക. ഓക്കെ, സോ ഇന്നത്തെ വീഡിയോയിൽ ഇത്രേ ഉള്ളൂ ഗൈസ്. ഹോപ്പ് യു എൻജോയ്ഡ് ദിസ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക ആൻഡ് കമൻറ്റ് ചെയ്യുക എന്തെങ്കിലും തോട്ട്സ് ഉണ്ടെങ്കിൽ, ആൻഡ് സബ്സ്ക്രൈബ് ഇഫ് യു ആർ ഫസ്റ്റ് ടൈം ഹിയർ. ആൻഡ് താങ്ക് യു ഗൈസ് ഫോർ വാച്ചിങ്. Thank you so much guys for watching this video. Thanks. I'll see you in the next one.